അല്ലൽ മീഗന്തേ കാടത്തിൽ അകപ്പെട്ടോർ അസ്മാ ഊരത്താൽ കാടം വീടും എന്നോവർ. ബദർമാലിയിലെ വരിയ പറഞ്ഞു കൊടുക്കുക. അല്ലൽ മികന്തേ കടത്തിൽ അകപ്പെട്ടോർ, വളരെ പ്രയാസകരമായ കടക്കണിയിൽ അകപ്പെട്ട മനുഷ്യന്മാര്, അസ്മാ ഉരത്താൽ കടം വീടും എന്നോവർ. ബദരീങ്ങളുടെ പേരിങ്ങനെ പറഞ്ഞാൽ കടം വീടിക്കൊള്ളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോ അലിയാരോ അല്ലെങ്കിൽ സ്വഹാബത്തോ ആരെങ്കിലും കടബാധ്യത കൊണ്ട് വിഷമിക്കുന്ന ആളുകളോട് അള്ളാഹുവിനോട് വിളിച്ചു ദുആ ചെയ്യാൻ, റബ്ബിനോട് നേരിട്ട് ദുആ ചെയ്യാൻ പറയാ എന്നുള്ളതല്ലാതെ മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കളുടെ പേരുകൾ ചൊല്ലിക്കോ എന്ന് പറഞ്ഞോ? മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കളുടെ പേരുകൾ ചൊല്ലിക്കോ എന്ന് പഠിപ്പിച്ചോ? ഇനി ബദരീങ്ങൾ ശുഹദാക്കളല്ലാത്ത മറ്റുള്ള ആളുകൾ ബദറിന്റെ ശേഷം എത്രയോ കാലം ജീവിച്ചിട്ടില്ലേ? അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ, അവർക്ക് പ്രതിസന്ധികൾ ഉണ്ടായപ്പോ, അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടായപ്പോ അവരാരെങ്കിലും ബദരീങ്ങളുടെ പേരിങ്ങനെ ഉരുവിട്ടുകൊണ്ടാണോ പരിഹാരം കണ്ടത്? സമൂഹത്തോട് നമ്മൾ പഠിപ്പിക്കേണ്ടത് അതാണ്. ഇത് പറയുമ്പോൾ ആളുകളുടെ മുമ്പിൽ പലരും തെറ്റിദ്ധരിപ്പിക്കും. കണ്ടോ, ബദരീങ്ങളെ കുറ്റം പറയാണ്, ബദരീങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടാണ്, ബദരീങ്ങളെ ഇവർക്ക് പുച്ഛമാണ്, ബദരീങ്ങളോട് ആദരവില്ലാഞ്ഞിട്ടാണ്. ബദരീങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ടാ പറയുന്നത്. ബദരീങ്ങളുടെ പാത ഇതല്ല. കടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായാൽ ബദരീങ്ങളുടെ പേര് പറയാനല്ല മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, അള്ളാഹുവിനോട് പറയാനാണ്. വിഷമങ്ങൾ ഉണ്ടെങ്കിൽ എന്താ പറയാൻ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം. അത് പഠിപ്പിച്ച റസൂലുള്ളാഹിക്ക് എന്തേ പറഞ്ഞുകൂടായിരുന്നോ? നിനക്ക് വിഷമമുണ്ടെങ്കിൽ നീ ബദരീകളെ നേതാവല്ലേ, ഞാനിവിടല്ലേ, എന്നോട് പറഞ്ഞോ? അല്ലെങ്കിൽ എൻ്റെ പേരിങ്ങനെ നീ നിന്റെ പുരയിലിരുന്നു കൊണ്ട് ഒറ്റക്കോ കൂട്ടമായിട്ടോ നീ ഉരുവിട്ടോ? അതല്ലെങ്കിൽ ബദറിൽ പങ്കെടുത്ത മറ്റു സഹാബിമാരുടെ പേര് പറഞ്ഞോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുത്തത് അള്ളാഹിനോട് പറയാനാ. എന്നിട്ടോ നമ്മുടെ നാട്ടിലിപ്പോ എല്ലാ പ്രശ്നത്തിനും പരിഹാരം എന്താണാ മുസ്ലിയാക്കന്മാർ പറയുന്നത്? മജ്ലിസുന്നൂർ. എന്താ മജ്ലിസുന്നൂർ? ബദരീങ്ങളുടെ പേരിങ്ങനെ പറയാ, എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നിങ്ങനെ ജവാബ് ചെല്ലും. അതിലിടക്ക് പറയും ദണ്ണം വഭാവ സൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. അല്ലാഹുവേ ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് ശിഫയാക്കണേ. അങ്ങനെ ബദരീങ്ങളുടെ പേര് ഓരോന്നിങ്ങനെ ബദരീങ്ങളുടെ പേരിങ്ങനെ അവിടെ ഉരുവിട്ടുകൊണ്ടിരിക്കും. അപ്പൊ ഏത് പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും, പ്രസവം എളുപ്പാകാൻ, കടം വീടാൻ, ജോലി കിട്ടാൻ, ജോലി കിട്ടിയ വ്യക്തിക്ക് ശമ്പളം കൂടാൻ, പെൺകുട്ടികൾ മാത്രമുള്ളവർക്ക് ആൺകുട്ടിനെ കിട്ടാൻ, ആൺകുട്ടികൾക്ക് മാത്രമുള്ളവർക്ക് ഒരു പെൺകുട്ടിനെ കിട്ടാൻ, ഒന്നുമില്ലാത്തവർക്ക് ഒരു കുട്ടിനെയെങ്കിലും കിട്ടാൻ, നൂറായിരം ആവശ്യങ്ങളുടെ എല്ലാ പരിഹാരത്തിനും ഇപ്പൊ പറഞ്ഞു കൊടുക്കണ എന്താണ്? മജ്ലിസുന്നൂർ. മജ്ലിസുന്നൂറാണ് ചെല്ലിയാ മദീന. അതിനിങ്ങനെ ആയിരക്കണക്കിന് പെണ്ണുങ്ങൾ ഇങ്ങനെ ഒഴുകുകയാണ് മജ്ലിസുന്നൂർ. എന്നിട്ട് ഉസ്താദിനോട് പോയിട്ട് പരിപാടിയുടെ മുമ്പേ എല്ലാവരും പറയും എനിക്ക് ഇന്ന ആവശ്യങ്ങളാണ്. അപ്പോൾ ഒരു കവർ കൊടുക്കും. അങ്ങനെ കവറും കൊടുത്തിട്ട് അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഉസ്താദാണ് ദുആ ചെയ്യും. മജ്ലിസുന്നൂറോട് കൂടെ കാര്യങ്ങൾ നേടുന്നതാണ്. ഇവിടെ ബദരീങ്ങളുടെ പേര് പറഞ്ഞ് അതിലൂടെയാണ് പ്രശ്നങ്ങളുടെ പരിഹാരം എന്ന് ആരാ പഠിപ്പിച്ചത്? ബദരീങ്ങൾ പഠിപ്പിച്ചോ? ബദരീങ്ങളുടെ നേതാവ് പഠിപ്പിച്ചോ? അവരോട് സ്നേഹമുണ്ടെങ്കിൽ അവർ ജീവിച്ച് കാണിച്ചു തന്ന വഴിയിലൂടെ ജീവിച്ചുകൊണ്ടാ സ്നേഹം കാണിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് കടബാധ്യതയെ കുറിച്ച് പറഞ്ഞത് നമ്മൾ കേട്ടില്ലേ? അലി റളിയല്ലാഹു അൻഹുവിനോട് കടബാധ്യതയെ കുറിച്ച് മറ്റുള്ളവർ വന്ന് പറഞ്ഞത് കേട്ടില്ലേ? അവർക്കൊന്നും ഈ ബദരീങ്ങളോട് സ്നേഹല്ലേ? നിങ്ങൾ ബദരീങ്ങളെ പേര് പറഞ്ഞോളീൻ. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മുമ്പ് കഴിഞ്ഞു പോയ ധാരാളം നബിമാരില്ലേ, ആ നബിമാരുടെയൊക്കെ പേര് പറഞ്ഞോളീൻ, നാ കടം വീടിക്കൊള്ളുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ? ഇല്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ബദർമാലയിൽ പറഞ്ഞ പരിഹാരം ഞാൻ നേരത്തെ പറഞ്ഞത്. അല്ലൽ മീഗന്തേ കാടത്തിൽ അകപ്പെട്ടോർ അസ്മാ ഊരത്താൽ കാടം വീടും എന്നോവർ. ബദരീങ്ങളെ പേരാണ് പറഞ്ഞാൽ കടം വീടും എന്നാണ്.
ഇസ്ലാം അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത് ബദരീങ്ങളോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, ബദരീങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ടായി പറയുന്നത്. ബദരീങ്ങൾ ജീവിച്ച പാതക്ക് വിരുദ്ധമായിട്ട് ജീവിക്കുക, എന്നിട്ട് പറയാം ഞങ്ങൾക്ക് ആ ബദരീങ്ങളോട് സ്നേഹം. ബദരീങ്ങൾ കാണിച്ചു തന്ന പാതയിലൂടെ മുന്നോട്ട് പോകണം എന്ന് പറയുന്നവരെ കുറ്റം പറയുക. എന്താ അവർക്കുള്ള കുറ്റം? നിങ്ങൾക്ക് ബദരീങ്ങളോട് സ്നേഹമില്ല, ബദരീങ്ങളോട് പുച്ഛമാണ്, ബദരീങ്ങളെ ആദരിക്കാത്തവരാണ്, പഴച്ചവരാണ്, പഴപ്പിക്കുന്നവരാണ്. എന്തൊരു പുതുമയാണിത്, ആലോചിച്ചു നോക്കൂ നിങ്ങൾ. അപ്പൊ സഹോദരങ്ങളെ, ഏത് പ്രതിസന്ധിയിലും ഏത് പ്രയാസത്തിലും റഹ്മാനായ റബ്ബിനോടാണ് നമ്മൾ പറയേണ്ടത്. റബ്ബാണ് നമ്മുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും പരിഹരിക്കാൻ കഴിവുള്ളവൻ. ആ നാഥനോട് പറയാനാണ് ബദരീങ്ങളടക്കമുള്ള എല്ലാ മുൻഗാമികളും പഠിപ്പിച്ചു തന്നതും. മുആദ് റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചു കൊടുത്ത നമുക്ക് ഹദീസിൽ കാണാം, മുആദേ നീ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം, കടമുണ്ടെങ്കിൽ അത് വീടുന്നു. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദികൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ റഹ്മാനദ് ദുനിയാ വൽ ആഖിറ വറഹീമഹുമാ തുഅ്തീഹിമാ മൻ തശാ വതംനഉഹുമാ മൻ തശാ ഇർഹംനി റഹ്മതൻ തുഗ്നീനി ബിഹാ അൻ റഹ്മതി മൻ സിവാക്. എത്രയോ റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ പല ദുആകളും ഉണ്ട്. എന്താ അതിൻ്റെയൊക്കെ ആശയം എന്താണ്? അള്ളാഹുവിനോട് ചോദിക്കണം, അള്ളാഹുവേ നീയാണ് എല്ലാത്തിനും കഴിവുള്ളവൻ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ കൊടുക്കുന്നു, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ കൊടുക്കാതെ തടയുന്നു. എല്ലാം നാഥ നിന്റെ തീരുമാനമാണ്. മറ്റുള്ളവരോട് കൈനീട്ടേണ്ട ഒരവസ്ഥയില്ലാതെ നിന്റെ റഹ്മത്ത് കൊണ്ട് നീ എന്നെ അനുഗ്രഹിക്കണേ എന്നൊക്കെയാണ് അതിൻ്റെ ആശയങ്ങൾ. പക്ഷേ സമൂഹത്തിൽ ദുആകളും ദിക്റുകളും ഒക്കെ ആർക്ക് വേണം? നമ്മുടെ ആളുകളുടെ കൂട്ടത്തിൽ എത്ര പേർക്ക് ദുആകളും ദിക്റുകളും ഒക്കെ താല്പര്യമുണ്ട്? എത്ര പേരതൊക്കെ ചൊല്ലാറുണ്ട്? നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോൾ എല്ലാ ദുആകളും ദിക്റുകളും അതിൻ്റെയൊക്കെ പുറമെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ കൂടിയാണ് ഇസ്ലാം പറയുന്നത്. പാപമോചന തേട്ടം അതാണല്ലോ ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക എന്നുള്ളത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. മൻ ലസിമൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജാ വമിൻ കുല്ലി ദീഖിൻ മഖ്റജാ വയർസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ചില റിപ്പോർട്ടുകളിൽ കാണാം, ആരെങ്കിലും ഇസ്തിഗ്ഫാറിനെ പതിവാക്കിയാൽ, അസ്തഗ്ഫിറുല്ലാഹ് അധികരിപ്പിച്ചാൽ, പാപമോചനത്തേട്ടം ഒരാൾ എപ്പോഴും ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ പ്രയാസങ്ങളിൽ നിന്നവന് മോചനമുണ്ടാകും. കഷ്ടപ്പാടുകളിൽ നിന്ന് ഒരു എക്സിറ്റ് അവൻ അല്ലാഹു നൽകും, പുറത്തു കിടക്കാനുള്ള മാർഗം നൽകും. അവനറിയാത്ത വിധത്തിൽ റബ്ബവന് അന്നം നൽകും, ഉപജീവനം നൽകും, സഹായങ്ങൾ നൽകും. റഹ്മാനായ റബ്ബിലേക്കാണ് ഏതു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടെങ്കിൽ അള്ളാഹുവിനോട് നേരിട്ടാണ് പറയേണ്ടത്.